ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തമിഴ്നാട് സ്വദേശി ഡി മണിയെ കേന്ദ്രീകരിച്ച് അന്വേഷണം വ്യാപിപ്പിച്ച് SIT. ചോദ്യം ചെയ്തത് ഡി മണിയെ തന്നെയെന്ന് പ്രവാസി വ്യവസായി ഉറപ്പിച്ചു പറഞ്ഞതിന് പിന്നാലെയാണ് SIT നീക്കം. SITയോട് സഹകരിക്കാത്ത നിലപാടാണ് തമിഴ്നാട് പോലീസ് സ്വീകരിക്കുന്നത്. അതിനിടെ നിരപരാധിയെന്ന് ആവർത്തിച്ച ഡി മണി ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കി. ഇന്നലെ നടത്തിയ പരിശോധനയിലും ചോദ്യം ചെയ്യലിലും ഡി മണി അന്വേഷണ സംഘത്തോട് സഹകരിച്ചില്ല. മണിയുടെ ബാങ്ക് ഇടപാടുകൾ പരിശോധിക്കാനൊരുങ്ങുകയാണ് SIT. എന്നാൽ SITയെ സഹായിക്കാൻ നിയോഗിച്ച തമിഴ്നാട് പോലീസ് ഇന്നലെ വൈകിട്ടോടെ പിന്മാറി. ഇന്നും അന്വേഷണത്തോട് ഡിണ്ടിഗൽ പോലീസ് സഹകരിക്കുന്നില്ലെന്നാണ് SITയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. നിരപരാധിയാണെന്നും തന്നെ വേട്ടയാടുന്നത് തുടർന്നാൽ ആത്മഹത്യ ചെയ്യുമെന്നും ഡി മണി പറഞ്ഞു. சாதாரண ஒரு ஃபேமிலி எதுக்கு வராங்க நானும் மீடியாவில் இருக்கேன் ஏட்டா எதுக்காக என்கிட்ட வராங்கன்னு தெரியல. 20 வருஷமா ஆட்டோ ஓட்டினேன். நான் இன்னும் பெருசாலாம் சம்பாதிக்கல. யாருமே தெரியாது பிரதர். எனக்கு தெரியுமான்னு கேட்க சொல்லுங்க. நான் ஒரு சாமானிய ஆள். ஏட்டா நான் சூசைഡ് செத்துருவேன். ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ രാജ്യാന്തര ബന്ധം ഉൾപ്പെടെ അന്വേഷിക്കുന്നതിൽ SITക്ക് പരിമിതിയുണ്ടെന്നും CBI അന്വേഷണം വേണമെന്നും രമേശ് ചെന്നിത്തല. ഇതിന്റെ പിന്നിൽ വലിയ ശക്തികളുണ്ട്, വലിയ മാഫിയകളുണ്ട്. അതിന്റെ ഒരു കണ്ണിയാണ് നമ്മൾ ഈ പറഞ്ഞ ഡി മണിയുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും SIT അന്വേഷിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരന്വേഷിക്കണം, യഥാർത്ഥ വസ്തുതകൾ പുറത്തു കൊണ്ടുവരണം. ഡി മണി പറഞ്ഞത് മുഴുവൻ കളവാണെന്നും ചോദ്യം ചെയ്തത് ഡി മണിയെ തന്നെയാണെന്നും പോലീസ് സംഘം ഉറപ്പിച്ചു കഴിഞ്ഞു. മണി ഉപയോഗിക്കുന്ന 3 നമ്പറും മറ്റുള്ളവരുടെ പേരിലുള്ളവയാണ്. SIT ചോദ്യം ചെയ്തത് താൻ കണ്ട ഡി മണിയെ തന്നെയെന്ന് ഉറപ്പിച്ച പ്രവാസി വ്യവസായിയിൽ നിന്നും അന്വേഷണ സംഘം വീണ്ടും മൊഴിയെടുക്കും. ഡി മണിയുടെ സഹായി ശ്രീകൃഷ്ണന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ടെന്നും SIT കണ്ടെത്തിയിട്ടുണ്ട്. വിഗ്രഹക്കടത്തിന് ഇയാളാണ് ഇടനിലനിന്നതെന്നാണ് SITക്ക് ലഭിച്ച വിവരം. ശ്രീകൃഷ്ണനെയും SIT വീണ്ടും ചോദ്യം ചെയ്യും. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.